നമസ്തേ സ്വന്തങ്ങളെ, ഗുഡ് ഈവനിങ്. പിന്നെ 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച കാണാമെന്നില്ലേ. ഇന്ന് ചൊവ്വാഴ്ചയല്ല, വെള്ളി ശനി ഞായർ ലീവുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്നാ വിചാരിച്ച് വരാമെന്ന്. പിന്നെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച ഇപ്പം എന്ത് ലീവാണ് തന്നതെന്ന് എനിക്കറിയില്ല, എന്നാലും സ്റ്റഡി ലീവ് തന്നെയാണല്ലോ. പിന്നെ ശനി ഞായറും സാധാരണ ലീവ്, അങ്ങനെ വെള്ളി ശനി ഞായർ, തിങ്കൾ ചൊവ്വയും കൂടി എക്സാം, അത് കഴിഞ്ഞു. പിന്നെന്തൊക്കെയുണ്ട്, ഞാനിപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോസിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ഇടലുണ്ടായിരുന്നില്ലേ. പിന്നെ ഞാനൊരു ടോപ്പിക്ക് ഇടാണ്ടായില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് പോക്കുവെയിൽ ഇത്തിരി കൊള്ളട്ടെ വെയിൽ, സൂര്യാസ്തമനല്ലേ അത് കൊണ്ടോട്ടല്ലേ, കൊള്ളട്ടെ. ഒരു വാക്ക് നമ്മുടെ ലൈഫിൽ എല്ലാവരും പറയണതാ, ഞാനും പറയണതാണ്, നിങ്ങളും പറയുന്നത്, എന്തിന് കുഞ്ഞുങ്ങളടക്കം പറയും. എന്ത് വാക്കാന്നറിയോ? ഇപ്പം മനസ്സിൽ വരെ ലവ് എന്നല്ലേ, അല്ല, പ്രോമിസ്. സത്യമായിട്ട് പറയുകയാണ്, സത്യമായിട്ട് ചെയ്യില്ല, സത്യമായിട്ട് കൊണ്ടുവരാം, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ. സത്യം, പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളിപ്പോൾ സത്യം പറഞ്ഞിട്ട് അവരിപ്പോൾ കള്ളത്തരം കാണിച്ചെന്ന് വെച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസം പറയുകയാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ആർക്കും അഡ്വൈസ് ചെയ്യില്ല, ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നു, അത്രമാത്രം. അതെല്ലാവർക്കും ശരിയാവണമെന്നില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിയാകും എന്നും വിചാരിക്കുന്നു കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഈ സത്യം എന്ന് പറയുന്ന, സാധാരണ ഞാൻ സത്യം എന്നൊക്കെ പറയുമ്പം സത്യമായിട്ട് പറയാണ്, അതൊന്നും വലിയ ഇതൊന്നുമില്ല കേട്ടോ. പക്ഷെ 2 ആൾക്കാരെ പിടിച്ച് സത്യട്ട തന്നെയാണ് കേട്ടോ. അത് അറിയണവർക്കറിയാം. ആ ഒരു 2 ആൾക്കാരെ പിടിച്ച് ഞാൻ സത്യട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ, തല പോയാലും അതുമ്മ തന്നെ ഉറച്ചിക്കാന്ന്, അതേ കണക്ക് തന്നെ കേട്ടോ. അപ്പോൾ ആ 2 ആളെ പിടിച്ച് സത്യമിടുക. വേറെ ആരുമല്ല, ഞാനൊരു നിരീശ്വരവാദിയല്ല, ഈശ്വരവിശ്വാസി തന്നെയാണ്. പക്ഷേ ഒരു 17 വയസ്സ് വരെ അമ്പലത്തിൽ പോവും, തൊഴും. പ്രത്യേകിച്ച് ഏതെങ്കിലും ദൈവങ്ങളെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കെന്താ പറയണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇനി 17 വയസ്സ് വരെയുള്ള കാര്യമായിട്ടോ പറയണത്. എനിക്കെന്താ പറയണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ 17 കൊല്ലം എൻ്റെ ശരിയായാലും തെറ്റായാലും ദോഷങ്ങളായാലും എന്തെന്നായാലും ഓപ്പണായിട്ട് പറയുന്ന ഒരാളുണ്ട്, എൻ്റെ അമ്മയുടെ അടുത്താട്ടോ. അത് ഞാനിപ്പോഴും മനസ്സ് തട്ടി ഞാൻ പറയണേ. 17 കൊല്ലം 17 വയസ്സ് വരെ നോണ പറയാത്ത ഇതുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അമ്മനോടേക്കും കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഉള്ള കാര്യമാണ് കേട്ടോ. അന്നിപ്പം അമ്മയുടെ അടുത്ത് മാത്രം നോണാന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, സത്യം തന്നെയാണ് പറയാറ് കേട്ടോ. പിന്നെ അമ്മ 17 വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എൻ്റെ 17 വയസ്സ് വരെ അമ്മ ഉണ്ടായിട്ടുള്ളൂ. അതിന് ശേഷമാണ് ദൈവങ്ങളെ തേടി നടന്നത് ഞാൻ, സത്യമായിട്ട്. അതിന് ശേഷം എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ഏകാന്തത, ഒറ്റപ്പെടൽ, എന്താ പറയണ്ടേ, എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ അറിയില്ല. അങ്ങനെ ഇതായപ്പോൾ പിന്നെയാണ് ഞാൻ ദൈവങ്ങളെ തേടി തുടങ്ങിയത്. എത്തിപ്പെട്ടത് ഗുരുവായൂരപ്പൻ്റെ അടുത്താട്ടോ. സത്യമായിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തിപ്പെട്ടെ. അന്ന് തുടങ്ങി ഏകദേശം ഒരു 17 കൊല്ലത്തോളം, അതേ വർഷങ്ങളോളം, ഓരോരോ വർഷം ഞാൻ അവിടേക്ക് പോവുകയും ചെയ്യാറുണ്ട് കേട്ടോ. അത് പ്രാർത്ഥന എന്നല്ല, എൻ്റെ ഒരു കൊല്ലത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും സന്തോഷവും സങ്കടങ്ങളും അങ്ങനത്തെ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് തന്നെ ആക്കി വെച്ച ഒരാളാണ്. ചിലപ്പോൾ ഇന്നയായിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് ഒരു നമ്മൾ ലൈഫിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്ന് ആക്കി വെച്ചാലല്ലേ നമുക്ക് ജീവിക്കാനൊരു ഇതുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇപ്പം എങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോവുക? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യം പറയുന്ന ഒരാൾ ഒറ്റയടിക്ക് പോകുമ്പം നമ്മുടെ ലൈഫ് ഒരു ചോദ്യചിഹ്നമാണ്. അയ്യോ എന്താ കാട്ടുക, പ്രത്യേകിച്ച് ഒരു ചെറിയ പ്രായം കൂടി ആകുമ്പോൾ എന്താ. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെക്കും അങ്ങനെ കേട്ടോ. എനിക്ക് എത്തണം തോന്നിയാൽ എന്തോ ഞാനവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. ചിലവർ പറയൂ എത്ര തന്നെ നോക്കിയാലും അവിടെ എത്തണില്ല, അങ്ങോട്ട് പോകാൻ പറ്റണില്ല. പക്ഷേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കണോ അന്നൊക്കെ എനിക്ക് ആ മുറ്റത്ത്, ആ നടയിൽ എത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. സോ ഈ 2 ആൾക്കാർ ഈ രണ്ടാൾക്കാർ, എൻ്റെ അമ്മയും
ഗുരുവായൂരപ്പൻ. ഇവരെ രണ്ടാളെ പിടിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ് എൻ്റെ ലൈഫിൽ ഇവർ രണ്ടാൾക്കാർ. അവരെ പിടിച്ച് സത്യട്ട തന്നെയാണ് കേട്ടോ, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല കേട്ടോ, ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുന്നത്. ലൈഫിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ വേർഡ് മാതിരി പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് കാണരുത്. നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ചിലർ പറയില്ല, ഞാൻ പ്രോമിസ് സത്യമായിട്ട് ഞാനത് വാങ്ങിച്ച് തരുന്നുണ്ടല്ലേ, സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ മാർക്ക് വാങ്ങുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കണം. ആ ഒരു വേർഡ് കുട്ടികളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈശ്വരന്മാർ പൊറുക്കും. അവർ നുണ പറഞ്ഞാലും പൊറുക്കും. കാരണം അവർക്ക് തെറ്റേത് ശരിയേതെന്ന് അറിയില്ല, കളങ്കമില്ലാത്ത കുട്ടികളല്ലേ. പക്ഷെ വലിയവരത് അങ്ങനെയില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണേ, അഡ്വൈസ് ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം മാതിരി എന്താണെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് എൻ്റെ കാര്യം പറയാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാര്യങ്ങൾ പറയാനൊന്നുമില്ല. ഇത് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇട്ടത് വേറെ ഒന്നുമല്ല, ഈ അടുത്ത് ഈ 2 വ്യക്തികളെ പിടിച്ചിട്ട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ഈ 2 വ്യക്തികൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ആ പ്രോമിസിന് അത്രത്തോളം ആഴമുണ്ട്, അത്രത്തോളം ഹാർട്ട് ടച്ച് ചെയ്തിട്ട് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കും കൂടി വേണം ആൾ. അതുകൊണ്ട് കൂടി എന്ന് വെച്ചിട്ട് പ്രോമിസിന് അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ, ദൈവമേ അബദ്ധത്തിന് പോലും ഈ ഇങ്ങനെ 2 ആൾക്കാരെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോരുത്. അവിടെ അന്ന് ആ ബന്ധം തീർന്നു സത്യമായിട്ടും. അങ്ങനെ നമ്മൾ നാവിന്ന് വന്നു പോയാൽ പിന്നെ അതെന്തോ എനിക്കറിയില്ല, നല്ല ക്വാളിറ്റി ആണോ ബാഡ് ക്വാളിറ്റി ആണോ ഗുഡ് ക്വാളിറ്റി ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ്, മാറ്റാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം അയക്കുന്നു കേട്ടോ വീഡിയോ ഇടുന്നത്, പക്ഷേ രാത്രിയിലേക്ക് നിങ്ങൾക്ക് കിട്ടാം. അതുകൊണ്ട് ഞാനൊരു ശുഭരാത്രി നേരുന്നു. പിന്നെ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം മോനിഷ വിടവാങ്ങുകയാണ് കേട്ടോ. ബൈ.